ലൂസിഫർ സിനിമയെക്കുറിച്ച് അതിൻ്റെ സംവിധായകൻ പറയുന്നത് ഗോഡ് ആക്സിസ് വേഴ്സസ് ലൂസിഫർ ആക്സിസ് എന്നാണ്. അതായത് നന്മയും തിന്മയും തമ്മിലുള്ള യുദ്ധം. പക്ഷേ സത്യത്തിൽ സിനിമയിൽ തിന്മയും തമ്മിലുള്ള യുദ്ധമാണ് നടക്കുന്നത്. സാത്താനിക് സിംബൽസ് മനഃപൂർവ്വം തിരികെ കയറ്റി അത് ഉപയോഗിച്ച് ആർക്കോ വേണ്ടി ഒരു പ്രത്യേക അജണ്ട പ്രേക്ഷകരുടെ മനസ്സിലേക്ക് കുത്തിത്തിരികാനുള്ള ശ്രമങ്ങളാണ് നടത്തിയിരിക്കുന്നത്. മലയാള സിനിമയിൽ കുറെ കാലമായി ചില തിന്മയുടെ ശക്തികളുടെയും തങ്ങളുടെ മത അജണ്ടകൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ചിലരുടെയും വലിയ സ്വാധീനം നമുക്ക് കാണാം. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഫ്രീമേസൺ, ഇലുമിനാറ്റി ഗ്രൂപ്പുകൾ ഒരു വശത്ത്, മറുവശത്ത് പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ അജണ്ടകൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ചില ഗ്രൂപ്പുകൾ. നിർഭാഗ്യവശാൽ ഈ രണ്ടു കൂട്ടരും എൻപുരാൻ എന്ന സിനിമയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന സംശയം പ്രബലപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എത്രത്തോളം ക്രൈസ്തവ നിന്ന ഒരു സിനിമയിൽ കുത്തിനിറയ്ക്കാൻ കഴിയുമോ അത്രത്തോളം അത് വളരെ സൂക്ഷ്മമായി സാധാരണക്കാർക്ക് ആർക്കും മനസ്സിലാക്കാൻ കഴിയാത്ത വിധത്തിൽ എമ്പുരാൻ എന്ന സിനിമയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ചില പ്രത്യേക അടയാളങ്ങൾ, വാക്കുകൾ തുടങ്ങിയവ തന്ത്രപരമായി പ്രേക്ഷകർക്ക് നേരിട്ട് മനസ്സിലാക്കാൻ കഴിയാത്ത വിധത്തിൽ അവരിലേക്ക് കൃത്യമായ ലക്ഷ്യത്തോടെ അടിച്ചേൽപ്പിച്ചിരിക്കുന്നു. ക്രൈസ്തവർ വളരെ പരിപാവനതയോടെ ആരാധിക്കുന്ന വിശുദ്ധ കുരിശിനെ അവഗണിക്കാൻ സാത്താനിക് സംഘങ്ങൾ കുരിശിനെ തലകുത്തി നിർത്താറുണ്ട്. എമ്പുരാൻ എന്ന സിനിമയിൽ ബോംബ് സ്ഫോടനത്തിൽ കത്തിച്ചാമ്പലാകുന്ന ഒരു ക്രൈസ്തവ പള്ളിയുടെ മുകളിൽ നിന്ന് കുരിശ് ഒടിഞ്ഞ് തലകുത്തി വീണ് മണ്ണിൽ നിൽക്കുന്നതായി കാണിക്കുന്നു. ഇതുപോലെ ക്രൈസ്തവ വിശ്വാസത്തെ നിന്ദിക്കുന്ന സാത്താനിക സംഭാഷണങ്ങളും ബിംബങ്ങളും നിറഞ്ഞു നിൽക്കുന്നുണ്ട് എമ്പുരാൻ എന്ന ഈ ചിത്രത്തിൽ ഉള്ളതും എമ്പുരാൻ എന്ന ചിത്രത്തിന്റെ പ്രമോഷന് വേണ്ടി അതിൻ്റെ സംവിധായകൻ ഉപയോഗിച്ചതുമായ ചില വാചകങ്ങൾ ഇവയാണ്. ദൈവപുത്രൻ തന്നെ തെറ്റ് ചെയ്യുമ്പോൾ പിശാചിനെ അല്ലാതെ മറ്റാരെയാണ് ആശ്രയിക്കാൻ കഴിയുക? ദൈവപുത്രനായ യേശുവിനെ അവഹേളിക്കാൻ തിരികെ കയറ്റിയ വാചകം. മറ്റൊരു വാചകം, അന്തിമമായ ഒരു നാമമുണ്ടായിരുന്നു, ആ നാമം ലൂസിഫറിന്റെ പക്കലായിരുന്നു, ആ നാമവും ലൂസിഫർ തന്നെയായിരുന്നു. ക്രൈസ്തവ വിശ്വാസികളും മറ്റുള്ളവരും വിശുദ്ധ ഗ്രന്ഥമായി കരുതുന്ന വിശുദ്ധ ബൈബിളിലെ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിലെ 1-ാം അധ്യായത്തിലെ 1 മുതൽ 2 വരെയുള്ള ദൈവവചനങ്ങളെ വളരെ തന്ത്രപരമായി പൈശാചികമായി മാറ്റി എഴുതിയിരിക്കുന്നു. വിശുദ്ധ ബൈബിളിലെ ആ ദൈവവചനം ഇങ്ങനെയാണ്: ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോട് കൂടെയായിരുന്നു. വചനാടിസ്ഥാനത്തിൽ ദൈവവചനം യേശുവാണ്. അങ്ങനെയെങ്കിൽ പിശാചുക്കളുടെ തലവനായ ലൂസിഫറിനെ എമ്പുരാൻ എന്ന ചിത്രത്തിന്റെ പ്രമോഷന് വേണ്ടി ദൈവത്തിന്റെ അഥവാ ദൈവവചനത്തിന്റെ സ്ഥാനത്ത് സിനിമയുടെ ഡയറക്ടർ മനഃപൂർവ്വം പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ഇതിനെയൊക്കെ കേവലം സിനിമയുടെ പ്രമോഷന് വേണ്ടി ഉപയോഗിക്കുന്ന കച്ചവട തന്ത്രം മാത്രമായി കാണുവാൻ കഴിയുകയില്ല. സിനിമയിൽ മനുഷ്യപുത്രൻ പറഞ്ഞത് എന്ന് പറഞ്ഞ് സ്റ്റീഫൻ എന്ന നായകൻ പരിശുദ്ധ ബൈബിളിലെ ഒരു വചനം ഉദ്ധരിക്കുന്നുണ്ട്. ദൈവപുത്രനായി സിനിമയിൽ മറ്റൊരു കഥാപാത്രത്തെ അവതരിപ്പിക്കുമ്പോൾ തന്നെ ക്രിസ്തുവിനെ വെറും മനുഷ്യപുത്രൻ മാത്രമാക്കി തരം താഴ്ത്തി കാണിക്കാനല്ലേ നായകനെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കുന്നത്? സിനിമയിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും ഇടയിൽ വിരിഞ്ഞ ഇരുട്ടിൻ്റെ പൂവായി ലൂസിഫറിനെ അവതരിപ്പിച്ചിരിക്കുന്നു. സിനിമയിലെ ഒരു കഥാപാത്രത്തെ സൂചിപ്പിക്കാനാണ് ഈ വാചകം അവർ ഉപയോഗിച്ചിട്ടുള്ളത് എങ്കിലും സിനിമയിൽ ഉടനീളം ക്രൈസ്തവ വിശ്വാസത്തെയും പ്രതീകങ്ങളെയും അവഹേളിച്ചിട്ടുള്ളതുകൊണ്ട് ഈ വാചകവും അവഹേളനത്തിനായി മനഃപൂർവ്വം എഴുതി വെച്ചിരിക്കുന്നതല്ലേ? ക്രൈസ്തവ വിശ്വാസത്തിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമാണുള്ളത്. അങ്ങനെയാണെങ്കിൽ പിതാവിനും പുത്രനുമിടയിൽ വിരിഞ്ഞ ഇരുട്ടിന്റെ പൂവായി ലൂസിഫറിനെ അവതരിപ്പിക്കുമ്പോൾ തിരക്കഥ എഴുതിയ ആളുടെയും സംവിധായകന്റെയും ഉദ്ദേശം എന്താണെന്ന് ക്രൈസ്തവ വിശ്വാസികൾക്ക് കൃത്യമായി മനസ്സിലാകും. സിനിമയിൽ ഉപയോഗിച്ചിട്ടുള്ള മറ്റു ചില സാത്താനിക് സിംബൽസ് ചൂണ്ടിക്കാണിക്കാം. സിനിമയിൽ വളരെ പ്രാധാന്യത്തോടെ നായിക ഉപയോഗിക്കുന്ന കാറിന്റെ നമ്പർ 666, അതായത് 666. വെളിപാടിലെ അന്ത്യക്രിസ്തുവിനെ സൂചിപ്പിക്കുന്ന മൃഗത്തിന്റെ നമ്പറാണത്. സിനിമയിൽ പലപ്പോഴും ഉപയോഗിക്കുന്ന ഒറ്റക്കണ്ണ് ഇലുമിനാറ്റിയുടെ ചിഹ്നമാണത്. അങ്ങനെ പല ഇലുമിനാറ്റി സാത്താനിക് പ്രതീകങ്ങളും ചിഹ്നങ്ങളും സിനിമയിൽ ഉടനീളം ഉപയോഗിച്ചിരിക്കുന്നു. സിനിമയിലാകട്ടെ മനുഷ്യ ശരീരം ഛിന്നഭിന്നമാക്കുന്നതും അറുംകൊലകൾ നടക്കുന്നതും
അക്രമങ്ങളും ഗർഭിണിയായ സ്ത്രീയെ ക്രൂരമായി പീഡിപ്പിക്കുന്നതുമായ രംഗങ്ങൾ. പരസ്യമായി സാത്താന്റെ അസ്തിത്വത്തെ സിനിമയിൽ പ്രഖ്യാപിക്കുന്നുണ്ട്. അതേസമയം സാത്താന്റെ ഏറ്റവും വലിയ തന്ത്രം സാത്താനില്ലെന്ന് ലോകത്തെ വിശ്വസിപ്പിക്കുകയും അങ്ങനെ വിശ്വസിപ്പിച്ച് മറഞ്ഞിരുന്ന് പ്രവർത്തിക്കുകയാണ് എന്ന് സിനിമയിൽ എടുത്തു പറയുന്നു. അവർ പറഞ്ഞത് സത്യം തന്നെയാണ്. ക്രൈസ്തവ സഭയുടെ പഠനങ്ങളും അങ്ങനെ തന്നെയാണ്. പക്ഷെ അവർ സിനിമയിൽ അങ്ങനെ പറയുന്നതിൻ്റെ പിന്നിലെ ഉദ്ദേശത്തെക്കുറിച്ചാണ് നാം വിലയിരുത്തേണ്ടത്. ക്രൈസ്തവ സഭകൾ സാത്താന്റെ തന്ത്രങ്ങളെക്കുറിച്ച് ജാഗരൂകരാകാൻ വേണ്ടി ദൈവജനത്തോട് അക്കാര്യം പറയുമ്പോൾ സിനിമയിൽ അക്കാര്യം തുറന്നു പറഞ്ഞത് സാത്താനെ പുകഴ്ത്തി അവന്റെ തന്ത്രങ്ങളെയും നിഗൂഢ പ്രവർത്തികളെയും ലോകത്തിന് കാണിച്ചു കൊടുക്കുവാൻ വേണ്ടിയായിരുന്നില്ലേ? അതായത് ദൈവത്തിന് മുകളിലുള്ളതോ അല്ലെങ്കിൽ ദൈവത്തോടൊപ്പം നിൽക്കുന്നതോ ആയ ശക്തിയായി അവർ സിനിമയിൽ സാത്താനെ അവതരിപ്പിക്കുന്നു. അവരുടെ ലക്ഷ്യം സാത്താന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പ്രേക്ഷകർ ജാഗ്രത പാലിക്കണമെന്ന അല്ല എന്ന് വ്യക്തം. ദൈവത്തോടൊപ്പം ദൈവത്തിന് മുകളിൽ സാത്താനെ പ്രതിഷ്ഠിച്ച് ഒരു വലിയ ശക്തിയായി ലോകത്തിന് മുന്നിൽ സാത്താനെ അവതരിപ്പിക്കുക. അങ്ങനെ സാത്താന് മഹത്വം നൽകി സാത്താനെ ദൈവത്തിന് മുകളിൽ ഉയർത്തുക തന്നെയാണ് ലക്ഷ്യം. ഇതെല്ലാം തന്നെയല്ലേ ഇലുമിനാറ്റികളും ഫ്രീമേസൺ സംഘങ്ങളും സാത്താനിക് സംഘടനകളും ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഫ്രീമേസൺ സംഘത്തിന്റെയും ഇന്ത്യയിലെ ബ്രാൻഡ് അംബാസിഡറെ പോലെയാണ് ഈ സിനിമ സംവിധാനം ചെയ്ത വ്യക്തിയും തിരക്കഥ എഴുതിയ വ്യക്തിയും പ്രവർത്തിച്ചിരിക്കുന്നത്. ആകർഷകവും അതേസമയം പരോക്ഷവുമായ വിധത്തിൽ സാത്താനെ അവതരിപ്പിച്ച് സാത്താനെക്കുറിച്ച് അജ്ഞതയോടെ ജീവിക്കുന്ന മനുഷ്യരുടെ ഹൃദയത്തിൽ ഒരു ആരാധനാമൂർത്തിയാക്കിയെടുക്കാൻ ബോധപൂർവമായ ശ്രമം സംവിധായകനും തിരക്കഥാകൃത്തും നടത്തിയിരിക്കുന്നു. സത്യത്തിൽ ലൂസിഫർ എന്ന സാത്താൻ ഏറ്റവും അധികം ആഗ്രഹിക്കുന്നതും അക്കാര്യം തന്നെയാണ്. ദൈവത്തിന് ജനം കൊടുക്കുന്ന ആരാധന തനിക്കും ലഭിക്കണം. സാത്താൻ ഏറെ ആഗ്രഹിക്കുന്ന ഒരു ആരാധന കുറെ പേരുടെയെങ്കിലും ഹൃദയത്തിൽ ലൂസിഫർ എന്ന സാത്താന് വാങ്ങിക്കൊടുക്കുക എന്നതാണ് എമ്പുരാൻ എന്ന ചിത്രത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്ന് എന്ന് കരുതേണ്ടി വരും. ഇനി എന്തുകൊണ്ട് ഈ ചിത്രത്തിലൂടെ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിച്ചു എന്ന് നോക്കാം. കേരളത്തിലെ ഒരു പ്രബല മതവിഭാഗത്തിലെ പ്രേക്ഷകരെ ആകർഷിക്കുവാൻ സംവിധായകന്റെ മറ്റ് പല ചിത്രങ്ങളിലും ഉപയോഗിച്ച ഇരവാദം എന്ന തന്ത്രം ഉപയോഗിച്ചതാവാം. അതുകൊണ്ട് തന്നെയായിരിക്കാം 2002 ആണ്ടിൽ സംഭവിച്ചതായി ചിത്രത്തിൽ പറയുന്ന വർഗീയ കലാപത്തിന്റെ ജീവിക്കുന്ന രക്തസാക്ഷി മസൂദിനെ അതിന്റെ കാരണക്കാരോട് പ്രതികാരം ചെയ്യുന്ന കഥാപാത്രമാക്കി വലിയ ഹൈപ്പ് നൽകി സിനിമയിൽ രണ്ടാമത്തെ ഹീറോ ആക്കി സിനിമയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു കൂട്ടരെ സന്തോഷിപ്പിച്ചപ്പോൾ തന്നെ മറുവശത്ത് ഒരേ സമയം ഇലുമിനാറ്റികളെയും ഫ്രീമേസൺകാരെയും സാത്താനിക് സംഘങ്ങളെയും പ്രീതിപ്പെടുത്തുകയും ചെയ്തു. എങ്ങനെയുണ്ട് സംവിധായകന്റെയും തിരക്കഥാകൃത്തിന്റെയും കാഞ്ഞ ബുദ്ധി? ഒരു വെടിക്ക് രണ്ട് പക്ഷി. ചുരുക്കി പറഞ്ഞാൽ ഇലുമിനാറ്റികൾ, ഫ്രീമേസൺ സംഘങ്ങൾ തുടങ്ങി പല സാത്താനിക് സംഘങ്ങളുടെയും ഒപ്പം പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെയും അജണ്ടകൾ മലയാളികളുടെ ഹൃദയത്തിലേക്ക് വളരെ ആസൂത്രിതമായി കടത്തിവിടുക എന്നത് എമ്പുരാൻ എന്ന സിനിമയുടെ സംവിധായകന്റെയും തിരക്കഥാകൃത്തിന്റെയും നിഗൂഢ ലക്ഷ്യങ്ങളിൽ പ്രധാനപ്പെട്ടവ തന്നെയായിരിക്കണം. ഇക്കാര്യങ്ങൾ വിശദമായി മലയാളത്തിലെ സൂപ്പർ സ്റ്റാറായ നായകനോ സിനിമാ നിർമ്മാതാക്കളോ അറിഞ്ഞിരുന്നില്ല എന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അങ്ങനെ തന്നെ ആയിരിക്കട്ടെ എന്ന് മലയാള സിനിമയെ സ്നേഹിക്കുന്ന ഓരോ വ്യക്തിയും ആഗ്രഹിക്കുന്നു. ഒപ്പം ക്രൈസ്തവ വിശ്വാസികളും. എല്ലാ സിനിമകളുടെയും റിലീസിങ്ങിന് മുമ്പ് ക്ഷണിക്കപ്പെട്ട സദസ്സിന് മുമ്പിൽ പ്രിവ്യൂ നടത്താറുണ്ട്. എന്നാൽ ഈ സിനിമയുടെ പ്രിവ്യൂ പോലും നടന്നിട്ടില്ല എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട്. അക്കാര്യം ശരിയാണെങ്കിൽ ആരിൽ നിന്നൊക്കെയോ എന്തൊക്കെയോ മറച്ചു വെക്കാൻ ചിലർ മനഃപൂർവ്വം ശ്രമിച്ചു എന്ന് സംശയിക്കുന്നവരെ കുറ്റപ്പെടുത്താൻ കഴിയുമോ? എമ്പുരാൻ എന്ന സിനിമ കാണണമോ വേണ്ടയോ എന്നത് ഓരോ വ്യക്തിയുടെയും സ്വാതന്ത്ര്യമാണ്. എന്നാൽ കാണാൻ ആഗ്രഹിക്കുന്നവർ അതിനു മുമ്പ് അറിഞ്ഞിരിക്കേണ്ട ചില യാഥാർത്ഥ്യങ്ങൾ ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിച്ചു എന്ന് മാത്രം. ഇനി തീരുമാനം നിങ്ങളുടേതാണ്.